വെൽക്കം ടു ഡേ 7 ഓഫ് 100 ഡേ സീരീസ്. എന്നത്തെക്കാളും കൂടുതൽ തിരക്കുള്ള ദിവസമാണ്. നമുക്ക് കുറ്റിയടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ആദ്യം തന്നെ ഞങ്ങൾ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ഞങ്ങൾക്ക് ഒരു സെറ്റിംഗ് ഔട്ട് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് പോകണം. ഇടുക്കി കട്ടപ്പനയിൽ ഒരു പ്രൊജക്ട് ഉണ്ട്, അങ്ങോട്ട് ഒന്ന് പോകണം കേട്ടോ. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് കേട്ടോ. രാവിലെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറ്റിയടിക്ക് കുറച്ച് സഹായം ആവുമെന്ന് വിചാരിക്കുന്നു. സാധാരണ വെയിലത്താണ് കുറ്റിയടിക്കാറ്, അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് ഇതുപോലെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം കുശാലായിരുന്നു. ഇന്ന് രാവിലെ നേരത്തെ നീക്കണമെന്നാണ് ഞാൻ നമ്മളോട് പറഞ്ഞത്. 7 മണിക്ക് ഇറങ്ങണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ രാവിലെ ഞങ്ങൾ നീച്ചപ്പോൾ തന്നെ 7 മണി, അതുകൊണ്ട് 8:30 ആയി ഇറങ്ങാനായിട്ട്. നമ്മുടെ ജോണിൻ്റെ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞോട്ടോ. അപ്പോൾ നമ്മുടെ വർക്കേഴ്സൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് മനോട്ടിൻ്റെ ചെക്കിംഗ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് വർക്ക് ബാക്കികളുള്ളത്, എവിടെയെങ്കിലും ഫിനിഷിംഗ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കുകയാണ് കേട്ടോ. ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മുടെ സ്ഥിരം ചെയ്യുന്ന പിള്ളേർ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ ചെക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ ക്ലയൻസ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതാണ് കേട്ടോ. ഉണ്ണിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള സണ്ണിച്ചേട്ടനാട്ടോ. സണ്ണിച്ചേട്ടനാണ് ഈ റോഡൊക്കെ ഇത്രയും ക്ലിയർ ആക്കിയിരുന്നത്. പിന്നെ എല്ലാ ആൾക്കാരും അവനവൻ്റെ വീടിൻ്റെ ഉമ്മറം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കേരളം എത്ര സുന്ദരമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയാൻ പറ്റുക. ഈ സ്ഥലവും ഞങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ഈ നടത്തത്തിൻ്റെ മെയിൻ ഒരു കാരണം ഈ മരങ്ങാട്ടുപള്ളിയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം മരങ്ങാട്ടുപള്ളി എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര സാറിലൂടെയാണ് കേട്ടോ. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനുവേട്ടന് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഗൾഫിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്വന്തമായിട്ടൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്കൊരു മോട്ടിവേഷൻ തന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് കേട്ടോ. മെയിൻ മോട്ടിവേഷൻ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എന്നുള്ള പരിപാടിയാണ്. ആ എപ്പിസോഡുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ സഫാരി ചാനൽ കേട്ടോ. ഈ ബിൽഡിങ്ങിലാണ് നടക്കുന്നത്. ഇത് മരങ്ങാട്ടുപള്ളിയിൽ കേട്ടോ. ഇവിടുന്നാണ് അത് സംപ്രേഷണം ചെയ്യുന്നത്. എന്നും ഒരു ആഴ്ചയിൽ ഞങ്ങൾ 3-4 പ്രാവശ്യത്തിന്റെ അടിയിൽ കൂടി ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് സാറിനെ കാണുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ വിചാരിച്ചാലും കാണാൻ പറ്റില്ല. ഞങ്ങളൊരു അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ ഇതുപോലെ പെട്ടെന്ന് പാസ് ചെയ്യണോണ്ടാ ഞങ്ങൾ പോയി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറയണല്ലോ. സത്യം പറഞ്ഞാൽ സാർ എന്നെ കാണുന്ന സമയത്ത് ചിലപ്പോൾ സാറിന് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം ആളുടെ വീഡിയോസിൽ സാർ എന്നെ പറയുന്നുണ്ട് കോൺക്രീറ്റ് വീടുകളുടെ മുമ്പിൽ എതിരാണ്. ആൾ ട്രഡീഷണൽ വീടിന്റെ ആളാണ്. പക്ഷേ ആളെ ഇൻസ്പിറേഷനിൽ ഞാനിങ്ങനെ ഒരു സംരംഭം തുടങ്ങി ഇതുപോലെ വിജയിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും. അല്ലാണ്ട് എന്റെ ഈ ഒരു രീതിയിൽ ആൾക്ക് വലിയ തൃപ്തി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മാണി സാറിന്റെ പാല എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും KM മാണി സാറിനെ ആയിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. കഴിഞ്ഞ ആഴ്ചയൊക്കെ മീനച്ചിലാറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകായിരുന്നു. ഇപ്പം എല്ലാം ക്ലിയർ ആയി. ചില സ്ഥലപ്പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഓമനത്തം തോന്നിട്ടോ. അങ്ങനെ ഒരു സ്ഥലപ്പേരാണ് പൈക. ചില സ്ഥലപ്പേരുകളൊക്കെ നമുക്ക് കണക്ട് ആവുന്നത് പല സിനിമകളിലൂടെയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളും മുൻപ് കണ്ടു പരിചയമുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഉദാഹരണമാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്ന കാഞ്ഞിരപ്പള്ളി. ഒരുപാട് സിനിമകളിൽ അത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് കോട്ടയം, ഇടുക്കി, അതുപോലെ തിരുവനന്തപുരത്തുമാണ് കേട്ടോ. നമ്മുടെ സൈറ്റിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾ ഇവിടെ ഇന്ന് സെറ്റിംഗ് ഔട്ടിന് പോകുന്നതും ഒരു ജോർജ് ചേട്ടന്റെ സൈറ്റിലേക്ക് കേട്ടോ. ജോർജ് കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ സൈറ്റ്. മണിയേട്ടനും നിഖിലും നേരത്തെ തന്നെ മരടുന്ന് വന്നിട്ടുണ്ട്. ഇന്ന് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് സെറ്റിംഗ് ഔട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനും ബാക്കിയുള്ള വർക്ക് ഇവർ ചെയ്യാന്ന് പറഞ്ഞിട്ടാട്ടോ പ്ലാൻ ചെയ്തിരിക്കണേ. ഇന്ന് ഇതിന്റെ സെറ്റിംഗ് ഔട്ട് മാത്രമല്ല കേട്ടോ, കല്ലിടൽ ചടങ്ങ് കൂടിയാണ്. അച്ഛനെയും വന്നവരെയും വൈകിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വൺ സൈഡ് സെറ്റിംഗ് ഔട്ട് ചെയ്ത് ആ ചടങ്ങ് അങ്ങ് നടത്തി. കാഞ്ഞിരപ്പള്ളിയുടെ ബേസ്മെന്റ് എല്ലാം ഇട്ട് കഴിഞ്ഞ് നേരെ കട്ടപ്പനയ്ക്ക് പോകുന്ന കുട്ടിക്കാനം പോയിട്ട് ചാർജ് ചെയ്തിട്ട് വന്നിട്ടോ നമുക്ക് പോകാനായിട്ട്. ഒത്തിരി ദൂരം പോണോ? അടുത്താ. കൊപ്രാക്കളത്തിൽ കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? ആ അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചാരെ ഇല്ലാത്തവരാ. പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാവും. താനേ സൈക്കിൾ ചവിട്ടിയാ മതി. അല്ല, പറഞ്ഞതേ ഉള്ളൂ. ആ ഇപ്പഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാട് എവിടാ? കായംകുളത്താ. ആ പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാട് എവിടാ? മുണ്ടക്കായത്താ. ആ പണ്ട് എന്റെ അച്ഛൻ അവിടെ ചായക്കട നടത്തിയിട്ടുണ്ട്. ചേലക്കാട്ട് സൈക്കിൾ ചവിടും. ഇപ്പൊ നിങ്ങൾ കേട്ടത് ഞങ്ങൾ രണ്ടുപേരുടെയും ചെറിയൊരു ശ്രമമാണ്. മുണ്ടക്കയത്തേക്ക് എത്താനായപ്പോ ആ സിനിമ ഓർമ്മ വന്നു. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഞങ്ങൾ ഇപ്പൊ നമ്മുടെ തിലകൻ ചേട്ടനും ശ്രീനിവാസൻ ചേട്ടനും പറഞ്ഞ മുണ്ടക്കയത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി കോളേജിൽ കേട്ടോ. അപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല വൈബിലിരുന്ന് പഠിക്കാം കേട്ടോ. ലച്ചുവിനും കുഞ്ഞാക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഞങ്ങൾ വണ്ടി ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇന്നലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഫുൾ ചാർജ് ആയിട്ട് പോകുന്ന വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ മുണ്ടക്കായം കുട്ടിക്കാനം ചോരയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഹൈ റേഞ്ചാണ്. പക്ഷേ ഇപ്പോഴും കണ്ടില്ല, നമ്മുടെ വണ്ടിയിൽ 50% ചാർജ് ഉണ്ട്. അതായത് ഇതിൽ ഇപ്പോഴേ കാണിക്കുന്നത് 304 കിലോമീറ്റർ ഇനി ഓടുന്നതാണ്. ചോര ആയതുകൊണ്ട് എന്തായാലും അത്രയും ഓടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് നമ്മുടെ വണ്ടിക്ക് 600 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച് ഉണ്ട് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ റേഞ്ച് കമ്മിയാവുന്നത് ഇങ്ങനെ ചോരം കയറുന്ന സമയത്താണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്കാനത്തേക്കുള്ള ഒരു ചോരാണ്. ഉരുൾപൊട്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉരുൾപൊട്ടിയ സ്ഥലം കാണുന്നത് കേട്ടോ. അതായത് മുണ്ടക്കായം കുട്ടിക്കാനം ഹൈവേയിലേ അത്ര ഹൈറ്റിൽ നിന്ന് ഉരുൾപൊട്ടി വന്നിട്ട് ഇതിപ്പോൾ റോഡാണിത്. ഈ റോഡിൽ നിന്ന് നേരെ താഴത്തേക്ക് പോയിന്നാണ്. ഇത് പൊട്ടി വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഭീകരാന്തരീക്ഷം എന്താവും എന്നുള്ളത് ചിന്തിക്കാനും കൂടി പറ്റില്ല കേട്ടോ. കാരണം ആ സമയത്ത് വല്ല വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. താഴത്തേക്ക് കണ്ടോ, ഭയങ്കര ആഴത്തിലേക്കാണ് പോയിരിക്കുന്നത്. കണ്ടോ എത്ര വീതിയിലാണ്. ഈ റോഡൊക്കെ അന്ന് ബ്ലോക്കായിരുന്നു. ഈ കാരണങ്ങളും കൊണ്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ മുണ്ടക്കായ കട്ടപ്പനത്തെ സൈറ്റിലേക്കൊന്നും പോകാൻ പറ്റാത്തത്. ഇങ്ങനെ വണ്ടി പോണ സമയത്തൊക്കെയാണ് ഇത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വണ്ടി ഇപ്പോൾ ഏകദേശം എവിടെ ഉണ്ടാകുമ്പോൾ ആ കുഴിയിലുണ്ടാവും. ഞങ്ങൾ വെറും പിക്ചറിൽ മാത്രമായിട്ട് മാറിയാനെ. ഭാഗ്യത്തിന് അപകടമൊന്നും പറ്റിയിട്ടില്ല അല്ലേ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നല്ല വ്യൂ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ മഴക്കാലത്ത് ഉണ്ടാവും. വളഞ്ഞങ്കാണം വാട്ടർഫോൾസ് ആണ് കേട്ടോ. അടിപൊളിയാണ്. പിള്ളേരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിന് മുന്നേ ഇതേപോലെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് വെള്ളമുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുള്ള് വാട്ടർഫോൾസ് കാണിക്കുന്നത്.
വിളിക്കണ പലരും ചോദിക്കാറുണ്ട് ഒന്ന് സൈറ്റ് കാണാൻ വരുമോ, വർക്ക് ബുക്കിംഗ് ആവുന്നതിന്റെ മുന്നൊക്കെ നമ്മളോടൊന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് സൈറ്റ് ഒന്ന് കണ്ടുപോകുന്നു. ഇപ്പൊ ഞങ്ങളുടെ സീരീസ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായില്ലേ ഞങ്ങളുടെ ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കഴിക്കുന്ന സമയം കൂടി വേസ്റ്റ് ആവേണ്ട വിചാരിച്ചിട്ട് ജോർജേട്ടൻ നമുക്ക് മേടിച്ച ഫുഡ് ഞങ്ങൾ പാഴ്സൽ എടുത്തിട്ടാട്ടോ പോകുന്നത്. കാരണം ചാർജ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അത്രയും ടൈറ്റ് ഷെഡ്യൂളായിട്ട് പോകുന്നതുകൊണ്ടാണ് പലരും സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ നമ്മൾ പോകാത്തത്. പോകുന്ന റൂട്ടിൽ തന്നെ ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. കാരണം അത് കയറി കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങളൊരു 4-5 മണിയാകുമ്പോഴേക്കും സൈറ്റിൽ എത്തിയാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അവർക്ക് വർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് ഇന്ന് തന്നെ പോകാൻ പറ്റുക. ഇവിടെ നിന്നാണ് ഞങ്ങൾ കാര്യമായിട്ട് ചാർജ് ചെയ്യേണ്ടത്. ഇവിടെ പക്ഷേ അതിനേക്കാളും ഒന്നും കൂടി പവർ കൂടിയ ചാർജിങ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് സിയോന്റെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളെ കറണ്ട് ചതിച്ചു ഗൈസ്. കാരണം ടൗൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. കാരണം കണ്ണ് കാണാത്ത മഴ പെയ്തു. ഇപ്പം മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ വഴി വരുന്ന സമയത്ത് ഈ തേയിലത്തോട്ടം അതേപോലെ ഇവിടുത്തെ സീനറി എല്ലാം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാട്ടോ. പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇവിടെ നല്ലൊരു അടിപൊളി എന്താ പറയുക സിക്സാഗോ അങ്ങനെ ഒരു സാധനം വരുന്നുണ്ടല്ലോ. സിപ്പ് ലൈൻ, എനിക്ക് പേര് മറന്നുപോയതാ. ഒരു അടിപൊളി സിപ്പ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ പോകുവാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. പേടിയില്ലാത്തവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകും. നമ്മളെ ചാർജിങ് പ്ലാൻ പാളിയതുകൊണ്ട് എന്താ കഴിഞ്ഞാൽ റോഡ് സൈഡിൽ എത്തിയിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കണത്. അപ്പോൾ 2 ബിരിയാണി ഉണ്ട്, പക്ഷേ ഞങ്ങൾക്കറിയാലോ ഒരു ബിരിയാണി മതി. അപ്പോൾ അങ്ങനെ പ്രകൃതി രമണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. പ്രകൃതി രമണിയായ സ്ഥലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മൾ മലയാളി പൊളി ആയതുകൊണ്ട് തന്നെ ഇത്രയും നല്ല അടിപൊളി സ്ഥലത്തും ഇത് കണ്ടില്ലേ നിങ്ങൾ, ഫുള്ള് പാമ്പേഴ്സാണ് പിള്ളേരുത്. ആരെ കൊടുത്തിട്ട് എന്താ കൊടുത്തിട്ട് ഒന്നും അറിയില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റണത് ഞങ്ങൾ കഴിച്ച പ്ലേറ്റും കാര്യങ്ങളും ഈ കുപ്പിയെല്ലാം ഞങ്ങൾ വണ്ടിയിലിട്ട് തിരിച്ച് കൊണ്ടുപോയി ഞങ്ങളെ വീട്ടിൽ നമ്മൾ അങ്കിൾ നല്ല അടിപൊളിയായിട്ട് കത്തിച്ച് കളഞ്ഞോളൂ അല്ലേ, പുകട്ട് കളഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ മാക്സിമം ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ കച്ചറ റോട്ടിലിടാണ്ടിരിക്കുക. സാധാരണ ഞങ്ങൾ വരുമ്പോൾ ഇതൊന്നും വീഡിയോസ് എടുക്കാറില്ല കേട്ടോ. കണ്ണും പൂട്ടി ഒരു പോക്കാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം വീഡിയോ എടുക്കുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് വരുമ്പോൾ ഒരു വാവ് തോന്നിയിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെ സ്ഥിരം കണ്ട് നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ചപ്പാത്ത് എത്തിയിട്ടുണ്ട്. ചപ്പാത്തിന് പ്രത്യേകത ചപ്പാത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സാധാരണ ഇപ്പോൾ മുല്ലപ്പെരിയാർ തുറക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ടാട്ടോ നമുക്ക് ഇതിലെ പോകാൻ പറ്റുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാം തുറന്ന 2018 ഈ ചപ്പാത്ത് ഒലിച്ചു പോകുക. അതായത് ഈ പരിസരത്തുള്ള ഭയങ്കര നാശനഷ്ടങ്ങളായിരുന്നു. ഈ ഡാം തുറക്കുമ്പോഴാണ് ഈ ചപ്പാത്തിന്റെ മുകളിൽ കൂടി വെള്ളം പോവുക. അതായത് ഇടുക്കി ഡാം തുറന്നു കഴിഞ്ഞാലല്ല, മുല്ലപ്പെരിയാർ തുറക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ അല്ലാത്ത അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കും. 2018 ഒരുപാട് നാശനഷ്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ന്യൂസ് കണ്ടോട്ടെ. ഈ ഓട്ടം നിൽക്കണില്ലേ, ഇതുവരെയാണ് ആ സമയത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. അതായത് ആ പാലത്ത് ഈ ഹൈറ്റ് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കട്ടപ്പന എത്തി. കട്ടപ്പനയെന്ന് നമ്മൾക്ക് ഇതാണ് കട്ടപ്പന ജംഗ്ഷൻ അല്ലേ, ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റ് തൊടുപുഴ പോകുന്ന റൂട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഇരട്ടിയാറാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. അപ്പോൾ ഇരട്ടിയാറേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. 5 മണിയായിട്ടോ. ചാർജും കൂടി ചെയ്യാതെ എത്തിയിട്ട് പോലും ഞങ്ങൾ കട്ടപ്പന എത്തുമ്പോഴത്തേക്കും 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു പോക്ക് പ്രതീക്ഷിക്കണില്ല. ഇന്ന് മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. കാരണം ഇപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തുമ്പോഴേക്കും ഇരുട്ടാവും. പിന്നെ ഒരു മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് സൈറ്റിൽ പോയി ഇവിടെ സ്റ്റേ ചെയ്യാനായിരിക്കും ഇന്നത്തെ പ്രോഗ്രാം. കട്ടപ്പനയിൽ വരുന്ന സമയത്ത് മാക്സിമം ഞങ്ങൾ നിൽക്കൽ ഈ കാണുന്ന ഹോട്ടലിലാട്ടോ. ഹോട്ടൽ വുഡ്ലാർക്ക്. മാക്സിമം ഞങ്ങൾ ഇവിടെയാണ് നിൽക്കാറ്. ചിലപ്പോൾ ഇന്നും ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ വരുന്നത്. ചിലപ്പോഴല്ല, മിക്കവാറും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതെ, നല്ലൊരു ആൾട്രേഷൻ ചെയ്ത വണ്ടി കേട്ടോ. ഞാൻ ആക്ച്വലി കണ്ടില്ല. ആൾട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നത് ബിൽഡിംഗിലേക്കാണ്. ഇതാണ് ശരിക്കും ആൾട്രേഷൻ. അതായത് ബോഡി ലെവലിൽ നിന്നും ഏകദേശം 4 ടയർ വേണമെങ്കിൽ പുറത്താന്ന് തന്നെ പറയാം. പക്ഷെ നല്ല രസമായിരിക്കും തോന്നുന്നു അതിൽ പോകാനായിട്ട്. അടിപൊളി ജീപ്പ് നല്ല വൈബിൽ ഹൈറ്റിൽ കണ്ടു പോവാം. നമ്മളെ വീഡിയോ കാരണം ആൾട്ടർ ചെയ്ത ജീപ്പ് തുരിക്കുമെന്നുള്ളതാണ്. MVDക്കൊന്നും അറ്റിട്ട് കൊടുക്കരുത് കേട്ടോ. ആണ് ഞങ്ങളുടെ വണ്ടിന്റെ ഏട്ടൻ EV9 അല്ലേ, XEV9. ഇതിന്റെ വലിയൊരു ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഈ റോട്ടിൽ നിന്ന് ഇത് നേരെ പോയി കഴിഞ്ഞാൽ തൊടുപുഴ എത്തും. തൊടുപുഴ മൂലമറ്റമൊക്കെ നേരെ പോയാലെത്തും. ഞങ്ങൾക്ക് ഇരട്ടയാറാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് റൈറ്റ് ആണ് കേട്ടോ. ഇവിടുന്ന് കഷ്ടി ഒരു 4 കിലോമീറ്ററാണ് നമ്മുടെ സൈറ്റിലേക്ക് വരുന്നത്. ഇനി സൈറ്റിലെത്തിയിട്ടാണ് ഫൈനലി ഞങ്ങളുടെ സൈറ്റിലെത്തിയിട്ട്. ഇത് ഞങ്ങൾ അബ്രഹാം ചേട്ടനും ജോഷ്മി ചേച്ചിക്കും വേണ്ടി ചെയ്ത് കൊടുക്കുന്ന വീടാണ്. വന്നപ്പോൾ തന്നെ മനോന്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രാത്രി ഒന്നും നിൽക്കുന്നില്ല. ഇത് അബ്രഹാം ചേട്ടന്റെ മോനാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ പറയാണ് അമ്മയെ ചിരിച്ച് നിൽക്കുക, നമ്മളൊക്കെ യൂട്യൂബിൽ വരുന്നത്. അതുകൊണ്ടാണ് അവന്റെ വീഡിയോ ഞാൻ എടുത്തത്. ഞാനും ചേച്ചിയും പിന്നെ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ കേട്ടോ. സമയം 7:45 നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വർക്കും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വുഡ്ലാർക്ക് ഹോട്ടൽ കേട്ടോ. ഇവിടെ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഈ ഹോട്ടലിൻ്റെ താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് സുഖമാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. വളരെ ലേറ്റ് ഫുഡാണ്. ഒരു നെയ് റോസ്റ്റ് ഞങ്ങൾ 2 ആളുമായിട്ട് കഴിക്കണത്. നന്ദിലത്തും ഇതൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഓണത്തിൻ്റെ വൈബൊന്നും ഇവിടെ കാണാനില്ല. ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, നന്ദിലത്തിലൊക്കെ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഓണത്തിൻ്റെ ഒരു വൈബേ ഇവിടെ ഇങ്ങനെ തിരക്കില്ല. ബാക്കിയുള്ള ടൗണിൽ കൂടെയൊക്കെ കാണുന്ന ഒരു തിരക്ക് ഇവിടെ കാണാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂമെല്ലാം എടുത്തു. ഞാനൊന്ന് താഴെ പോയിട്ടോ വൈഫൈയുടെ പാസ്വേഡ് മേടിക്കാനായിട്ട്. ഞങ്ങൾ കട്ടപ്പന വരുമ്പോൾ എപ്പോഴും എടുക്കുന്ന റൂമാണ്. മനോട്ടം താവ് കിടന്നിട്ടുണ്ട്, ഉറങ്ങി തോന്നുന്നു. ഉറങ്ങിയിട്ടില്ല, ഊരോ നിർത്തിയതാണ്, ബാക്ക് നിർത്തിയതാണെന്നാണ് പറയുന്നത്. കാരണം അത്യാവശ്യം നല്ല ഹെവി ജോബായിരുന്നു. ഈ സെറ്റിംഗ് ഔട്ടും കൂടി ആയതുകൊണ്ടേ. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഒന്നും കൂടി താഴെ പോകണം. കാരണം കാറ് ചാർജ് ചെയ്യണം. നമ്മൾ അവിടുന്ന് ചാർജ് ചെയ്തില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇവിടെ
ഇതാണ് വണ്ടി അവിടെ ഓൾറെഡി ചാർജിങ്ങിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോയി ചാർജ് ചെയ്യാനായിട്ട്. വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇവിടെ ഇരുന്ന് ചെയ്യണം ഇനി. അപ്പോൾ എന്തായാലും ഇനി അടുത്തതേ കാണാം കേട്ടോ.